LDF കൺവീനർ സ്ഥാനം നഷ്ടമായ EP ജയരാജൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ സാധ്യത. കടുത്ത നടപടി നേരിട്ടെങ്കിലും പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം വേണ്ടെന്നാണ് തീരുമാനം. 75 വയസ്സ് പൂർത്തിയാകാനിരിക്കെ കേന്ദ്ര കമ്മിറ്റി സ്ഥാനവും EP-ക്ക് നഷ്ടമാകും. EP-യെ വലയിലാക്കാനുള്ള തന്ത്രങ്ങൾ BJP പാളയത്തിലും രഹസ്യമായി ഒരുങ്ങുകയാണെന്നാണ് സൂചന. ഉമേഷ് ബാലകൃഷ്ണനും അർജുൻ കല്യാടും നൽകും വിവരങ്ങൾ. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. ഉമേഷ്, ഏവരും ഉറ്റുനോക്കുന്നത് EP ജയരാജൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കുമോ എന്നുള്ള കാര്യമാണ്. ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകുമെന്നാണ് നിലവിൽ കരുതുന്നത്. കാരണം ഇതിനു മുൻപ് തന്നെ, അതായത് ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുമായുള്ള തർക്കം, യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നു. അതിന് പിന്നാലെ EP-യുടെ ഇടിയേറ്റ് യൂത്ത് കോൺഗ്രസ്സുകാർ ആ വിമാനത്തിൽ തന്നെ വീഴുന്നു. അതിനുശേഷം ഇൻഡിഗോ നടപടിയെടുത്തത് EP ജയരാജനെതിരെയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങിയതിന് പിന്നാലെ ഞാൻ ഇൻഡിഗോയിൽ നിന്ന് എന്നെ നിരോധിക്കുന്നു. പക്ഷേ CPM നേതാക്കളാരും തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നില്ല എന്നുള്ളൊരു പരാതി അന്നേ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആണ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണ വിയോഗത്തെ തുടർന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. എന്നാൽ EP-ക്ക് ഏറ്റവും മുതിർന്ന നേതാവെന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി ആകും എന്നൊരു തോന്നലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു. തുടർച്ചയായി തനിക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ട്രെയിനിലെ യാത്ര തനിക്ക് ബുദ്ധിമുട്ടാണ്. കൂടുതൽ സമയം ട്രെയിനിൽ കിടന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുന്നതും മറ്റ് യാത്രകളുമെല്ലാം താൻ കുറയ്ക്കുന്നുവെന്ന് തനിക്ക് അടുപ്പമുള്ളവരോട് അനൗദ്യോഗികമായി പറയുകയും ചെയ്തിരുന്നു. MV ഗോവിന്ദൻ നയിച്ച യാത്രയിൽ EP പങ്കെടുക്കാത്തത് വിമർശനം ഉണ്ടായിട്ട് പോലും ഒരു ഘട്ടത്തിൽ EP പങ്കെടുക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാത്ത സാഹചര്യം, അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംസ്ഥാന നേതൃത്വത്തോട് പിണങ്ങി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ആ പിണക്കമെല്ലാം മാറ്റിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. ഇത് പാർട്ടി ഒരു ഔദ്യോഗികമായി അച്ചടക്ക നടപടിയിലേക്ക് പോയില്ല എങ്കിലും കൺവീനർ സ്ഥാനം പോയിരിക്കുന്നു. കൺവീനർ സ്ഥാനം പോയത് EP സ്വയം EP-യുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തിൻ്റെ വോട്ടെടുപ്പ് ദിവസത്തെ ആ പരാമർശത്തെ തുടർന്ന് തന്നെയാണ് അത്തരമൊരു നടപടി CPM എടുക്കേണ്ടി വന്നത്. BJP നേതൃത്വവുമായി അത്രത്തോളം രീതിയിലൊരു ചർച്ച വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമ്മേളന കാലമാണ് ഇനി അങ്ങോട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കാനുണ്ട്. അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനവും നടക്കാനുണ്ട്. ഫെബ്രുവരിയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കേണ്ടത്. ഇത് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ EP-യുടെ ഈ പ്രസ്താവനയും തുടർന്ന് പാർട്ടിക്കേറ്റ കനത്ത തോൽവിയും ചർച്ചയാകും. അത് നേതൃത്വവും കൂടി മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടാണ് ഇന്നലെ കൺവീനർ സ്ഥാനത്ത് നിന്ന് EP മാറ്റിക്കൊണ്ടുള്ള നടപടി സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ അടുത്ത ഏപ്രിലാണ് ഇനി പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ അടുത്ത പാർട്ടി കോൺഗ്രസോടുകൂടി ഒരു പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ മെയിലാണ് 75 വയസ്സ് പൂർത്തിയാകുന്നത്. അതായത് സാങ്കേതികമായി നോക്കിയാൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഒരു മാസം കൂടി, അതായത് പൂർണ്ണമായി 75 വയസ്സ് തികയില്ല, പക്ഷേ ഒരു മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായി ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങാൻ തന്നെയാണ് സാധ്യത. ഇനിയും പൂർണ്ണമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഒരുപക്ഷെ EP മുന്നിലുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. മറ്റ് സമ്മേളനങ്ങൾ വരുമ്പോൾ ചുമതലകൾ അദ്ദേഹത്തിന് ഓരോ മേഖലയിലും കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കേണ്ടത്. സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും എല്ലാം പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുക്കുമോ, അതോ അത്തരം നിർദ്ദേശങ്ങൾ പാർട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതെല്ലാം ഇനി കണ്ടറിയണം. ഒരുപക്ഷെ പാർട്ടിയിൽ സമ്മേളന കാലഘട്ടങ്ങളിൽ ഉദ്ഘാടനമായും മറ്റുമെല്ലാം പ്രത്യക്ഷപ്പെടേണ്ട, കേരളം മുഴുവൻ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു EP ജയരാജൻ. എന്തായാലും ആ സ്ഥാനം പോയിരിക്കുന്നു, കൺവീനർ സ്ഥാനം പോയിരിക്കുന്നു. ഇനി പാർട്ടി സമ്മേളനത്തോടു കൂടി, പാർട്ടി കോൺഗ്രസോട് കൂടി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗസ്ഥാനം കൂടി പോയി കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായി കണ്ണൂരിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ഒരു സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പൂർണ്ണമായി കണ്ണൂരിലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ BJP അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BJPയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ BJPയിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് അദ്ദേഹം എന്തായാലും ഇനിയൊരു മറ്റൊരു പാർട്ടിയിലേക്ക് പോയി തൻ്റെ ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയ പാരമ്പര്യം കളയാൻ അദ്ദേഹം മുൻകൈ എടുക്കില്ല. കാരണം അത്രത്തോളം പാർട്ടി പാരമ്പര്യമുള്ള വ്യക്തിയാണ്. എന്താകും എന്നുള്ളത് തന്നെയാണ് നാം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അർജുൻ കല്യാട് കൂടിയുണ്ട്. അർജുൻ, ഇന്നലെ ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ പൊടുന്നനെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് മുഖം തിരിച്ചുകൊണ്ട് ഒന്നും പ്രതികരിക്കാതെയുള്ള ഒരു രീതിയായിരുന്നു. ഇന്നിപ്പോൾ ഇ പി ജയരാജന്റെ ഒരു പ്രതികരണം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ അടുത്ത നീക്കം എന്താകും എന്നുള്ളത് തന്നെയാണ് നാം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? തുളസി, ഇ പി ജയരാജൻ എങ്ങോട്ട്? ഇ പി ജയരാജൻ്റെ മനസ്സിലെന്താണ്? ഇ പി ജയരാജൻ ഇനി മറ്റെന്തെങ്കിലും രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് എങ്ങനെ എന്നുള്ളതൊക്കെയാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയപരമായി അദ്ദേഹം ഇതിനു മുൻപേ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറായി കേരളത്തിൽ സജീവമായി നിൽക്കുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ വിശ്രമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, LDF കൺവീനർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റുന്നതിൽ അദ്ദേഹത്തിന് ഒരു പോരായ്മ സംഭവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് സംസ്ഥാന സമിതി അദ്ദേഹത്തിനെ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യം ഇന്നലെ തന്നെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണുള്ളത്, അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഈ നടപടിയെ സ്വീകരിക്കുക എന്ന കാര്യത്തിലെല്ലാം തന്നെയാണ് രാഷ്ട്രീയ കേരളവും നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഇന്നലെ പാപ്പിനിശ്ശേരി അരോളിയിലെ വീട്ടിൽ എത്തിയ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരായ നമ്മളെല്ലാവരും തന്നെ പ്രതികരണം ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സാധാരണ രീതിയിൽ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം മാധ്യമങ്ങളോട് എല്ലാ ഘട്ടങ്ങളിലും എത്ര വലിയ പ്രതിസന്ധികൾ നിൽക്കുമ്പോഴും എത്ര വലിയ പ്രതിരോധങ്ങളിൽ നിൽക്കുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞ് അദ്ദേഹം പോകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ മൈക്ക് തട്ടിമാറ്റി പോവുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി മുന്നോട്ടേക്ക് പോകുന്ന രീതിയോ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ സ്വാഭാവികമായും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഇന്നലെ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെയാണ് അദ്ദേഹം പാപ്പിനിശ്ശേരി അരോളിയിലെ വീട്ടിലേക്ക് എത്തിയത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ സംസ്ഥാന സമിതി യോഗം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇ പി ജയരാജനെ പാളയത്തിലേക്ക് എത്തിക്കാൻ BJPയുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും BJP അതിനു വേണ്ടിയിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് BJP ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ ഇ പി ജയരാജനെ സ്വാഗതം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇ പി ജയരാജൻ BJPയിലേക്ക് ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടോ ഒന്നുള്ളതല്ല ഒരു പരസ്യ പ്രതികരണത്തിന് BJP നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയപരമായി ഇ പി ജയരാജൻ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള ഒന്നാം പിണറായി മന്ത്രിസഭയിൽ രണ്ടാമനായി, പിണറായി കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്കായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഇ പി ജയരാജൻ, അതുപോലെ തന്നെ പാർട്ടിയിലും അത്ര തന്നെ കരുത്ത് ഇ പി ജയരാജൻ പിണറായി കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കരുത്തെല്ലാം തന്നെ ചോർന്നു പോയിരിക്കുന്നു. പിണറായി തന്നെ ഇ പി ജയരാജന് കൃത്യമായ തോതിൽ സംരക്ഷണം നൽകാത്ത ഒരു സംരക്ഷണ വലയം ഒരുക്കാത്ത ഒരു സ്ഥിതി രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിൽ അദ്ദേഹം ഒറ്റപ്പെടൽ നേരിടുന്നു എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒറ്റപ്പെടലിലുണ്ടായിട്ടുള്ള മനോവിഷമത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് BJP പരമാവധി അദ്ദേഹത്തെ വലയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മറുപാളയത്തിൽ BJP പാളയത്തിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നേരത്തെ ഉമേഷ് ഇനി എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ്. BJP പാളയത്തിലേക്ക് പോകുമോ അതോ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഉറ്റുനോക്കുന്നത്.